എല്ലാവർക്കും നമസ്കാരം. ഞാൻ പ്രീതി പ്രകാശ് പറക്കാട്ട്. ഏവർക്കും പറക്കാട്ട് ജുവൽസ് ഓണം സ്പെഷ്യൽ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഓണം തിരക്കുകളൊക്കെ ആയില്ലേ? ഞാനും നമ്മളുടെ ഷോറൂമുകളും അതുപോലെ തന്നെ പറക്കാട്ടിൻ്റെ കമ്പനിയും എല്ലാം നിങ്ങളെല്ലാവരും നമ്മളെല്ലാവരും അങ്ങനെ ഓണം തിരക്കിൽ, ഓണം പർച്ചേസിലും അല്ലേ. ഓണം പർച്ചേസ് എന്ന് പറയുമ്പോൾ ഒഴിച്ചുകൂടാൻ പറ്റാത്ത നമ്മളുടെ കേരള ട്രഡീഷണൽ കോസ്റ്റ്യൂമും അതേപോലെ അതിന് ചേരുന്ന ജ്വല്ലറിയും ഒക്കെ ആയിട്ട് അങ്ങനെ മുല്ലപ്പൂവൊക്കെ വെച്ച് ഞാനിന്നിവിടെ ഒരു ഓണം ഷൂട്ട് അല്ലെങ്കിൽ നമ്മളുടെ ഓണം ആഘോഷത്തിനും കൂടിയാണ്. അപ്പോൾ ഞാനും കുറച്ച് ട്രഡീഷണൽ വെയറിൽ അല്പം പാലക്ക, നാഗവടം അങ്ങനെയുള്ള ഓർണമെൻറ്റ്സൊക്കെ ഇട്ട് കണ്ടോ, കംപ്ലീറ്റ് ഇന്ന് ഒരു പാലക്ക ഫെസ്റ്റ് പോലെ ഇന്ന് നമ്മളുടെ പറക്കാട്ടിൻ്റെ എറണാകുളം ഉട്ട്ലാൻഡ്സ് ജംഗ്ഷനിലുള്ള ഷോറൂമിലൊരു പാലക്ക ഫെസ്റ്റ് എന്ന് പറയാം, ഫെസ്റ്റ് നടക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഇവിടെ ഓണാഘോഷമൊക്കെ ആയിട്ട് ഞങ്ങളെല്ലാവരും ഇവിടെ ഉണ്ട്. എൻ്റെ സ്റ്റാഫുകളും എല്ലാവരും ഒരു ആഘോഷ തിരക്കിലും കൂടിയാണ്. അപ്പോൾ ഇനി ഇതൊന്നുമല്ല, ഞാൻ ആദ്യം ഉപയോഗിച്ചിരിക്കുന്ന ഒരു നെക്ലേസ് ഇത് കണ്ടോ. ഈ നെക്ലേസ് എന്ന് പറയുമ്പോൾ നമ്മളുടെ നാഗപടത്തിൻ്റെ ഒരു സ്പെഷ്യൽ കളക്ഷനാണ്. അല്പം വലിയ പെൻഡൻ്റൊക്കെ വെച്ചിട്ട് ഉള്ള ഒരു സ്പെഷ്യൽ കളക്ഷൻ. ഇനി അതിനോട് യോജിക്കുന്ന രീതിയിൽ, എക്സാക്റ്റ് സെയിം അല്ല എങ്കിലും അതിനോട് യോജിക്കുന്ന രീതിയിലുള്ള പാലക്ക നാഗപടത്തിൻ്റെ തന്നെ ഗ്രീൻ കളറ് ബാങ്കിൾ, അതിൻ്റെ കുറച്ച് വീതി കുറഞ്ഞിട്ടുള്ള ഒരു ബാങ്കിളാണ് ഈ ഇട്ടിരിക്കുന്നത്. പിന്നെ നമ്മുടെ ഇതിനോട് മാച്ചിങ് ആയിട്ടുള്ള റിങ് ഉണ്ട്. അപ്പോൾ അതേപോലെ തന്നെ ഇത് കണ്ടോ, നല്ല ഒരു കൊമ്പ് റിങ്ങും ഉണ്ട്. ഇനി അല്പം വലിയ പാലക്ക ജിമിക്കി. ഇനി നമുക്ക് ഇപ്പം ഞാൻ ഉപയോഗിച്ചിരിക്കുന്ന ഓർണമെൻറ്റ്സൊക്കെ കണ്ടല്ലോ, നമ്മുടെ സെറ്റിൻ്റെ കൂടെയൊക്കെ നമുക്കൊരു പൂർണ്ണത വരണമെങ്കിൽ ഏറ്റവും കൂടുതൽ നല്ലത് നമ്മൾക്ക് പാലക്ക ആ ഒരു ട്രഡീഷണൽ കളക്ഷനാണ്. ഇപ്പം നമ്മൾക്ക് ഓണക്കാലവും ആഘോഷക്കാലവും വിവാഹ സീസണും ഒക്കെയാണ്. അപ്പോൾ എല്ലാം കൂടെ ചേർന്നിട്ട് പാലക്കയ്ക്ക് ഭയങ്കര പ്രാധാന്യമുണ്ട്. അപ്പോൾ നമുക്ക് കുറച്ച് സ്പെഷ്യൽ കളക്ഷൻസ് ഒന്ന് പരിചയപ്പെടാം. ഇത് കണ്ടോ, അല്പം വളഞ്ഞിട്ട് വലിയൊരു പെൻഡൻ്റായിട്ട്. നമ്മുടെ യൂത്ത് കുട്ടികളൊന്നും ചിലപ്പോൾ ഇതേപോലെയുള്ള വലിയ മാലകളൊന്നും ഇടാൻ ഉദ്ദേശിക്കില്ല. അപ്പോൾ അവർക്ക് അങ്ങനെയുള്ളവർക്ക് ചെറിയ ചെയിനിൽ വന്നിരിക്കുന്ന ഇത്തിരി ഹെവി ആയിട്ട് ഹൈലൈറ്റ് ചെയ്ത് നിൽക്കുന്ന വളഞ്ഞിട്ട് വരുന്ന ഒരു നാഗപടത്തിൻ്റെ പെൻഡൻറ്റ്. പിന്നെ ഇത് കണ്ടോ, പാലക്ക നാഗപടത്തിൻ്റെ തന്നെ കുറച്ച് ഒരു ഡിഫറെൻറ്റ് പാറ്റേൺ, ഒരു ന്യൂ വേർഷൻ എന്ന് തന്നെ പറയാം. ഇനി അതേപോലെ തന്നെ അല്പം എക്സ്ക്ലൂസീവായിട്ടുള്ള അല്പം ഡാർക്ക് റെഡ് കളറിൽ വന്നിരിക്കുന്ന നല്ലൊരു നാഗപടം നെക്ലേസ്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അല്പം വളഞ്ഞ് ശരിക്കും നാഗം ഷേപ്പിൽ തന്നെ വരുന്ന അല്പം പന്ന വർക്ക് എന്ന് പറയും. ഈ വർക്കിന് പന്ന വർക്കൊക്കെ ചെയ്തിട്ട് ട്രഡീഷണലായിട്ട് വരുന്ന നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സ്പെഷ്യൽ നെക്ലേസ്. ഇനി നമുക്ക് കുറച്ച് ഇനി സ്പെഷ്യൽ എന്നൊന്നും വേണ്ട, നമുക്ക് ബഡ്ജറ്റ് അല്പം കൂടെ കുറവാണെങ്കിൽ കുറച്ചുകൂടെ സിമ്പിളായിട്ടുള്ള പണ്ട് കാലത്തെ മുതലേ ഉള്ള ട്രഡീഷണലായിട്ടുള്ള സിമ്പിൾ പാലക്ക നെക്ലേസ് എന്ന് പറയുമ്പോൾ നമ്മൾക്ക് എത്ര കട്ട വേണേലും, ഇനി ഒരു ലോക്കറ്റും 2 കട്ടയും വെച്ചിട്ട് ഒരു ലോക്കറ്റ് 4 കട്ട അങ്ങനെ എത്ര വലുപ്പത്തിൽ വേണേലും കിട്ടും. അപ്പോൾ സിമ്പിളായിട്ട് ചെറിയ സ്കൂൾ കുട്ടികൾക്ക് തുടങ്ങി പട്ടുപാവാടയുടെ കൂടെയൊക്കെ ഇട്ടിട്ട് നല്ല ഭംഗിയായിട്ട് ഇടാൻ പറ്റിയ രീതിയിൽ ഉള്ള നെക്ലേസുകൾ. അതിൻ്റെ തന്നെ പല വെറൈറ്റി ഇതുണ്ട്. പാലക്ക ഉണ്ട്, അതേപോലെ തന്നെ മാംഗോ ഷേപ്പുണ്ട്. ഇതാണ് കൊമ്പ് മോഡൽ എന്ന് പറയുന്ന സിമ്പിളായിട്ടുള്ളൊരു കൊമ്പ് മോഡൽ. പിന്നെ നാഗപടത്തിൻ്റെ വേറൊരു പാറ്റേണാണ് വരുന്നത്. പിന്നെ അതിനെല്ലാം ചേരുന്ന രീതിയിൽ ജിമിക്കയുണ്ട്. പിന്നെ ഇനി നമുക്ക് വേറെ കുറച്ച് മോഡലും കൂടെ ഒന്ന് പരിചയപ്പെടാം. അതുണ്ടോ, ഇതേപോലെ ലോക്കറ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് പല വെറൈറ്റി, ഇനി സിമ്പിളായിട്ടുള്ള ലോക്കറ്റ് വരുന്നതുണ്ട്. അതേപോലെ തന്നെ ഗ്രീൻ കളർ മാത്രമല്ല കേട്ടോ. ഈ ഒരു ജിമിക്ക കാണുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് നമ്മളുടെ പാർവതി മാം ജയറാമിൻ്റെ മകളുടെ കല്യാണത്തിന് മാം ഈ ഒരു ജിമിക്ക ഉപയോഗിച്ചിരുന്നു. അപ്പോൾ അതേപോലെ തന്നെ ഇത്
ഇതേപോലെ ഒരുപാട് വെറൈറ്റി കളക്ഷൻസ്. ഇതെന്ന് പറയുമ്പോൾ ഒരല്പം സ്പെഷ്യലാണ്. പാലക്കയും സൈഡിൽ മുത്തിരി വർക്കും ഒക്കെ ആയിട്ട് വന്നിരിക്കുന്ന ഒരു സ്പെഷ്യലായിട്ടുള്ള പാലക്ക ബാങ്കിൾ. ഇനി അതേപോലെ തന്നെ മാംഗോ വെച്ചിട്ടുള്ള ബാങ്കിൾ. ഒരുപാട് ബാങ്കിൾസ് ഉണ്ട്, ഞാൻ കാണിച്ചു തരാം. സത്യം പറഞ്ഞാൽ നമുക്ക് പറക്കാട് ജുവൽസിൻ്റെ ഓണ സ്പെഷ്യൽ പാലക്ക നാഗപടം കളക്ഷൻസിനെ കുറിച്ച് പറഞ്ഞാൽ ഒരു എപ്പിസോഡിൽ തീരത്തില്ല. അപ്പോൾ നമുക്ക് കൂടുതൽ വിശേഷങ്ങൾ അടുത്ത എപ്പിസോഡിൽ. അപ്പോൾ ഈ പാലക്ക നാഗപടം കളക്ഷൻസിൻ്റെ വിശേഷങ്ങൾ കൂടുതൽ അറിയുന്നതിന് വേണ്ടി പറക്കാട് ജുവൽസിൻ്റെ വെബ്സൈറ്റ് സന്ദർശിക്കുക. അതേപോലെ തന്നെ സോഷ്യൽ മീഡിയ അപ്ഡേഷൻസിനായി പറക്കാട് ജുവൽസിൻ്റെ ഇൻസ്റ്റാഗ്രാം പേജ്, ഫേസ്ബുക്ക് പേജ് ചെക്ക് ചെയ്യുക.